ഈ കുഞ്ഞുങ്ങളിൽ എല്ലാവരിലും നല്ല കഴിവുകളുണ്ട്. ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ് കുഞ്ഞുങ്ങളോട്. അത് അവർ കണ്ടെത്തി വളർത്തിയെടുക്കണം. എനിക്ക് അതിനൊരു കൺഫർമേഷൻ, ഞാൻ ആദ്യമായിട്ടാണ് ഇന്ത്യ വിട്ട് പുറത്തു പോകുന്നത്. ദുബായിലേക്കാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൺഫർമേഷൻ, ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ആ ഒരു കൺഫർമേഷൻ ഉദാഹരണം കിട്ടി. ഞാൻ കുഞ്ഞുങ്ങളോട് പറയുന്നത് അവരിൽ ഒരുപാട് കഴിവുകളുണ്ട്, ആ കഴിവുകൾ അവർ വളർത്തിയെടുക്കണം എന്നാണ്. ഞാൻ ഇന്ന് ഇവിടെ കണ്ടപ്പോൾ, ദുബായി വന്ന് കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, 50 വർഷം മുമ്പ് ഈ ഭൂപ്രദേശം എങ്ങനെയായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരു പക്ഷെ 50 വർഷം മുമ്പ് നിങ്ങൾക്ക് 50 വയസ്സായിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എങ്കിലും അറിയാം, മണലാരണ്യായിരുന്നു. ഇന്ന് ഈ കാണുന്ന ഇത് മുഴുവൻ, ഈ ഫോർച്യൂൺ മുഴുവൻ കുഴിച്ചെടുത്തതാണ്. ഈ മണ്ണിലുണ്ടായിരുന്നു അത് കുഴിച്ചെടുത്തിട്ടാണ് ഈ കാണുന്ന കെട്ടിടങ്ങളും എല്ലാം വന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരുപാട് കഴിവുകളുണ്ട്. അത് അവർ കണ്ടെത്താനായിട്ട് സഹായിക്കേണ്ടതാണ് നമ്മൾ, മാതാപിതാക്കളും അധ്യാപകരും ഒരുമിച്ച്. ചിലപ്പോൾ 2 ഡയറക്ഷനിൽ പോകും. മാതാപിതാക്കൾ ഒരു ഡയറക്ഷനിൽ വളർത്താൻ നോക്കും, അധ്യാപകർ വേറെ ഡയറക്ഷനിൽ. അവിടെയാണ് ഈ കുഴപ്പം. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ സ്കൂളുകൾ ചൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറയാം. സ്കൂളുകൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടാവണം. അവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കി അത്തരം സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി പാരലലായിട്ട് പോയിക്കോളും.